ഒരു പാമ്പിനെ സ്വപ്നത്തിൽ കാണുന്നത് സ്വപ്നം കാണുന്നയാൾക്ക് അവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ഒരു ശത്രു ഉണ്ടെന്ന് അർത്ഥമാക്കാമെന്ന് പ്രമുഖ ഇസ്ലാമിക സ്വപ്നവ്യാഖ്യാതാവായ മുഹമ്മദ് ഇബ്നു സീരീൻ അഭിപ്രായപ്പെട്ടു. സ്വപ്നത്തിലെ പാമ്പിന്റെ നിറം, വലുപ്പം, പ്രവർത്തനങ്ങൾ എന്നിവ ശത്രുവിന്റെ ഉദ്ദേശ്യങ്ങളെയും അപകടത്തിന്റെ തോതിനെയും കുറിച്ചുള്ള കൂടുതൽ സൂചനകൾ നൽകും. ഇസ്ലാമിക സ്വപ്നവ്യാഖ്യാനത്തിൽ ഒരു കറുത്ത പാമ്പ് പലപ്പോഴും പ്രത്യേകിച്ച് അപകടകാരിയായ ഒരു ശത്രുവിനെ സൂചിപ്പിക്കുന്നു. ഒരു സ്വപ്നത്തിൽ ഒരു കറുത്ത പാമ്പിന്റെ സാന്നിധ്യം ശക്തനും ദുഷ്ടനുമായ ഒരു എതിരാളിയുടെ മുന്നറിയിപ്പായിരിക്കാം. സ്വപ്നത്തിൽ വെളുത്ത പാമ്പിനെയാണ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ അത്ര ദോഷകരമല്ലാത്ത ഒരു ശത്രുവിന്റെ പ്രതീകമായി കാണാറുണ്ട്. നിരപരാധിയോ ദോഷകരമോ ആയി തോന്നുമെങ്കിലും ദോഷം വരുത്താൻ സാധ്യതയുള്ള ഒരു മറഞ്ഞിരിക്കുന്ന അപകടത്തെയും ഇത് പ്രതിനിധീകരിക്കുന്നു. സ്വപ്നത്തിൽ പാമ്പ് കടിക്കുന്നതായി ഒരാൾ കണ്ടാൽ അതിനർത്ഥം സ്വപ്നം കാണുന്നയാൾക്ക് ശത്രുവിൽ നിന്ന് ഉപദ്രവമോ വഞ്ചനയോ നേരിടേണ്ടി വരുമെന്നാണ്. കടിയുടെ തീവ്രത അത് വരുത്തുന്ന ദോഷത്തിന്റെ വ്യാപ്തിയെ പ്രതിഫലിപ്പിച്ചേക്കാം. സ്വപ്നത്തിൽ ഒരു പാമ്പിനെ കൊല്ലുന്നതായി കണ്ടാൽ സാധാരണയായി ഒരു ശത്രുവിനെയോ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തെയോ മറികടക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇത് വിജയത്തെയും ഒരു ഭീഷണി ഇല്ലാതാക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. വീട്ടിൽ പാമ്പിനെ സ്വപ്നത്തിൽ കാണുന്നത് സ്വപ്നം കാണുന്നയാൾക്ക് അവരുടെ അടുത്ത് ഒരു ശത്രു ഉണ്ടെന്ന് സൂചിപ്പിക്കാം. ഒരുപക്ഷെ അവരുടെ സ്വന്തം വീട്ടിലുള്ള ഒരാളോ അല്ലെങ്കിൽ ശത്രുത പുലർത്തുന്ന അടുത്ത പരിചയക്കാരനോ ആകാം. സ്വപ്നത്തിൽ ഒന്നിലധികം പാമ്പുകളെ കാണുന്നുണ്ടെങ്കിൽ നിരവധി ശത്രുക്കളെയോ വ്യാപകമായ ഭീഷണിയെയോ പ്രതീകപ്പെടുത്തുന്നു. ഇത് വിവിധ വെല്ലുവിളികളെ നേരിടുന്നതോ ഒന്നിലധികം വഞ്ചനാപരമായ വ്യക്തികളുമായി ഇടപെടുന്നതോ ആയി വ്യാഖ്യാനിക്കാം. ഒരു പാമ്പ് അതിന്റെ തൊലി പൊഴിക്കുന്നത് സ്വപ്നത്തിൽ കണ്ടാൽ പലപ്പോഴും പരിവർത്തനത്തിന്റെയും പുതുക്കലിന്റെയും പ്രതീകമായാണ് ഇത് കാണപ്പെടുന്നത്. ഒരു ശത്രു തന്ത്രങ്ങൾ മാറ്റുന്നുണ്ടെന്നോ അല്ലെങ്കിൽ സ്വപ്നം കാണുന്നയാൾ അവരുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്നോ ഇത് സൂചിപ്പിക്കാം. ഒരു സ്വപ്നത്തിൽ ചത്ത പാമ്പിനെയാണ് കാണുന്നതെങ്കിൽ ഒരു ഭീഷണിയുടെ അവസാനത്തെയോ ശത്രുവിന്റെ പരാജയത്തെയോ ഇത് സൂചിപ്പിക്കാം. ഇതൊരു സംഘർഷത്തിന്റെ പരിഹാരത്തെയോ അപകടത്തിന്റെ നിർവീര്യമാക്കലിനെയോ പ്രതിനിധീകരിക്കുന്നു. ഒരു സ്വപ്നത്തിൽ ഒരു പാമ്പ് പിന്തുടരുന്നതായി കണ്ടാൽ കാണുന്നയാൾ ഒരു പ്രശ്നത്തെയോ ശത്രുവിനെയോ നേരിടുന്നത് ഒഴിവാക്കുന്നു എന്ന് സൂചിപ്പിക്കാം. സ്വപ്നം കാണുന്നയാൾക്ക് ഭീഷണിയെക്കുറിച്ച് അറിയാമെങ്കിലും നേരിട്ട് നേരിടാൻ മടിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. സ്വപ്നത്തിൽ വെള്ളത്തിൽ പാമ്പിനെ കണ്ടാൽ മറഞ്ഞിരിക്കുന്ന അപകടങ്ങളെയോ വികാരങ്ങളെയോ പ്രതീകപ്പെടുത്തുന്നു. സ്വപ്നം കാണുന്നയാൾക്ക് പെട്ടെന്ന് ദൃശ്യമാകാത്ത ഭീഷണികൾ നേരിടുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ വൈകാരികാവസ്ഥ ഭീഷണികളെക്കുറിച്ചുള്ള അവരുടെ ധാരണയെ ബാധിക്കുന്നുണ്ടെന്നോ ഇത് സൂചിപ്പിക്കുന്നു. സ്വപ്നത്തിൽ ഒരു പാമ്പിനെ തിന്നുന്നതായി കണ്ടാൽ ഇതിന് ഇരട്ട വ്യാഖ്യാനങ്ങളുണ്ട്. സ്വപ്നം കാണുന്നയാൾ ശത്രുക്കളുടെ മേൽ അധികാരം നേരിടുന്നതിനെയോ അവരുടെ സ്വഭാവവിശേഷങ്ങൾ സ്വാംശീകരിക്കുന്നതിനെയോ ഇത് പ്രതീകപ്പെടുത്താം. അല്ലെങ്കിൽ ആന്തരിക സംഘർഷത്തെയോ സ്വപ്നം കാണുന്നയാൾ ദോഷകരമായ സ്വാധീനങ്ങൾ നേരിടുന്നതിനെയോ ഇത് സൂചിപ്പിക്കാം. ഇനി കറുത്ത പാമ്പിനെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾക്കും സാധ്യതയുള്ള വഞ്ചനയ്ക്കും എതിരായ മുന്നറിയിപ്പാണെന്ന് വ്യാഖ്യാനിക്കുന്നു. അത്തരമൊരു സ്വപ്നം ആഴത്തിലുള്ള ആശങ്കകളെ പ്രതിഫലിപ്പിക്കുകയും ഉണർന്നിരിക്കുന്ന ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെയും ജാഗ്രതയിലൂടെയും സംരക്ഷണം തേടാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഒരു കറുത്ത പാമ്പിനെ കാണുന്നത് വഞ്ചനയിൽ പൊതിഞ്ഞ ഒരു ശക്തനായ ശത്രുവിനെ കണ്ടുമുട്ടുന്നതിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഒരു കറുത്ത പാമ്പ് സ്വപ്നത്തിൽ ആക്രമിക്കുമ്പോൾ അത് സ്വപ്നം കാണുന്നയാൾ നേരിടുന്നതോ ഉടൻ നേരിടാൻ പോകുന്നതോ ആയ പ്രത്യക്ഷമായ ഭീഷണികളെയോ സംഘർഷങ്ങളെയോ പ്രതീകപ്പെടുത്താം. ഉറങ്ങുന്ന ഒരു കറുത്ത പാമ്പിനെയാണ് കാണുന്നതെങ്കിൽ സ്വപ്നം കാണുന്നയാളുടെ ശത്രുക്കൾ നിലവിൽ നിഷ്ക്രിയരാണെന്നോ അല്ലെങ്കിൽ അവർ ഉടനടി ഭീഷണി ഉയർത്തുന്നില്ലെന്നോ സൂചന നൽകിയേക്കാം. എന്നിരുന്നാലും സാഹചര്യം അപ്രതീക്ഷിതമായി മാറിയേക്കാമെന്നതിനാൽ ജാഗ്രത പാലിക്കാൻ ശുപാർശ ചെയ്യുന്നുണ്ട്. ഒരു കറുത്ത പാമ്പിനെ സ്വപ്നത്തിൽ കൊല്ലുന്നത് ഒരു പോസിറ്റീവ് അടയാളമായി കാണുന്നു. അതായത് ഒരു ശത്രുവിനെ മറികടക്കുന്നതിനെയോ ഒരു പ്രധാന സംഘർഷമോ ആരോഗ്യ പ്രശ്നമോ പരിഹരിക്കുന്നതിനെയോ ഇത് സൂചിപ്പിക്കുന്നു.